بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പൈതൃകമായ സംസ്കാരങ്ങൾ നിരവധി ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്, വലിയ നേട്ടമാണ്. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ, മതങ്ങൾ, മതചിഹ്നങ്ങൾ സമ്പർക്കത്തിലൂടെ പരസ്പരം അങ്ങുമിങ്ങും നന്മകളെ സ്വായത്തമാക്കുന്ന രീതികൾ, മതഭേദമന്യേ എല്ലാവരും ഇന്ത്യയിൽ വളരെ വ്യാപകമായി കാണപ്പെടുകയാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് 58 വയസ്സ് പ്രായം മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയെ ലക്ഷ്യമാക്കി ഇന്ത്യയുടെ തീരപ്രദേശത്ത് കേരളത്തിൻ്റെ ഈ അറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളുന്ന കൊടുങ്ങല്ലൂർ പ്രദേശത്ത് മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ ദീനുമായി കടന്നു വരുന്നത്. സ്വഹാബത്ത് ഇസ്ലാമിക പ്രബോധനാർത്ഥം ഇവിടെ വന്ന അന്ന് മുതൽക്ക് ഇവിടെ വലിയൊരു സൗഹാർദ്ദത്തിന്റെ കൂട്ടായ്മ കാണപ്പെടുകയും സ്വഹാബത്തിന്റെ വരവിന് ശേഷം ഏകദേശം 200 കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ സംസ്കാരവുമായി അലിഞ്ഞു ചേർന്ന മറ്റൊരു മത സംസ്കാര രീതി, ആ ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുമല്ലാതെ ബുദ്ധമത സംസ്കാരത്തിന്റെ പല അവശിഷ്ടങ്ങളും നമ്മുടെ നാടുകളിൽ വ്യാപകമായി കാണപ്പെടുന്നു എന്നതാണ്. ഇന്ത്യയിൽ മുസ്ലിമീങ്ങളെ പോലെ തന്നെ ന്യൂനപക്ഷമായി കാണപ്പെട്ടിരുന്ന ഒരു രീതി ആ കാലഘട്ടത്തിൽ ബുദ്ധമത സംസ്കാരത്തിലും ബുദ്ധമത ചിന്തയിലും കഴിയുന്ന ആളുകളിലും ഉണ്ടായിരുന്നു. ബുദ്ധമത വിരോധം അല്ലെങ്കിൽ ബുദ്ധ സംസ്കാരത്തോടുള്ള വിരോധം ഇവിടെ നിന്നും തച്ചു തകർത്ത് അല്ലെങ്കിൽ അത്തരം ആളുകളെ ഇവിടെ നിന്നും നാട് കടത്തിയും കൊലപ്പെടുത്തിയും ഒരു വംശനാശം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അന്ന് ഇവിടെ വളരെ അധികം വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ 1200 വർഷത്തെ ബുദ്ധ മത സംസ്കാരവുമായുള്ള നമ്മുടെ നാടിൻ്റെ പറിച്ചു മാറ്റാൻ കഴിയാത്ത ആ നല്ല സംസ്കാരങ്ങളുടെ, ആ നല്ല അവശിഷ്ടങ്ങളുടെ ഭാഗമായി തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ബുദ്ധമതത്തിൽ നിന്നും പലതും കടമെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാഷാ പ്രയോഗമാണ് പള്ളി എന്ന വാക്ക്. അത് പാലി ഭാഷയിലെ ഒരു പ്രയോഗമാണ്. പള്ളി എന്നത് മലയാള വാക്കല്ല. അത് ക്രിസ്ത്യാനിയും പറയും, അത് മുസ്ലിമും പറയും. പക്ഷെ മറ്റ് ആരാധനാലയങ്ങൾക്ക് അങ്ങനെ ഒരു പേര് കാണപ്പെടുന്നില്ല. പള്ളി എന്ന വാക്കുകൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് സമാധാനത്തിന്റെയും സ്വൈര്യതയുടെയും സ്വസ്ഥതയുടെയും ഗേഹം എന്നാണ്. അങ്ങനെ പള്ളികൾക്ക് മാത്രമല്ല, ഒരു മനുഷ്യനെ സംസ്കരിക്കപ്പെടുന്ന ഇടത്തിന് പള്ളിക്കൂടം എന്ന് പോലും പറയപ്പെടുന്ന രീതിയിലും പള്ളിക്കവലയായും അതുപോലെ തന്നെ പള്ളി എന്ന പേര് ചേർത്തിക്കൊണ്ട് ധാരാളം സ്ഥലനാമങ്ങളായും നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഈ പ്രയോഗം കാണാനുണ്ട്. ഇത് ബുദ്ധ സംസ്കാരത്തിൽ നിന്നും കടമെടുത്തിട്ടുള്ള മലയാളിയുടെ ഒരു സൗഹൃദ രൂപമാണ്. അത് മുസ്ലിമീങ്ങളും എടുത്തിട്ടുണ്ട്, അത് ക്രിസ്ത്യാനികളും എടുത്തിട്ടുണ്ട്. എന്നാൽ ചിലര് അമ്പലമെന്നും അതുപോലെ തന്നെ കോവിലകമെന്നും മറ്റു പല പേരുകളാൽ ഇതിനോട് യോജിക്കാതെ, ഇതിനോട് വിരുദ്ധത കാണിച്ചുകൊണ്ട് പുതിയ പല ഭാഷകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ, വാക്കുകൾ കൊണ്ടുവരികയും ഒരു ബുദ്ധമത വിരോധത്തെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി ആ കാലഘട്ടത്തിൽ തന്നെ അതിനോട് എതിര് പ്രകടിപ്പിച്ച് നിലകൊണ്ടു പോരുകയും ചെയ്തിരുന്നു. ഒരു പൈശാചികമായ ആ സ്വഭാവം ബുദ്ധമതത്തിന്റെ അവശിഷ്ടങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചോടുത്ത് മുഴുവനും വിജയം കണ്ടു എന്നുള്ളതാണ്.
കൊടുങ്ങല്ലൂരിലെ തെറിപ്പാട്ട് പോലും അതിന്റെ ചരിത്രം പറയുന്നത് ബുദ്ധമതത്തിലെ ആത്മീയ ഭിഷഗ്വരന്മാരെ ആട്ടിയോടിക്കാൻ വേണ്ടി പാടിയതാണെന്നാണ്. ഇങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുന്ന മലയാളത്തിന്റെ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അവസാനം പെരിയാറിന്റെ തീരത്ത് ബുദ്ധമത പൂർവികരായ പിതാക്കളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് 3 മുനകളുള്ള ശൂലം കൊണ്ട് കുത്താൻ ശ്രമിച്ചതും 3 മുനയുള്ള കുന്തത്തിന് ആലവായി എന്ന പേരുകൊണ്ട് തമിഴിൽ വിളിക്കപ്പെട്ടതിന് അലുവയായി സ്ഥലനാമമായി അറിയപ്പെട്ടതും ഒക്കെ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ പിതാക്കളെ ഓർക്കാൻ വേണ്ടി ശ്രാദ്ധം എന്ന് പറയുന്ന കർമ്മത്തിലൂടെ എല്ലാ വർഷവും ഈ പെരിയാറിന്റെ തീരത്ത് വിളക്ക് തെളിയിക്കാൻ വേണ്ടി ശിവരാത്രിയോടടുത്ത സമയത്ത് പൂർവികരായ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് ഒരു സംസ്കാരത്തെ നിലനിർത്താൻ ശ്രമിച്ചവർക്ക് ജീവഹാനി സംഭവിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പിൻതലമുറക്കാർ അതിനായി മുതിരുന്നു എന്നതും നമ്മൾ ദൃക്സാക്ഷികളായി അനുഭവിച്ചു കൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല സംസ്കാരങ്ങളെ പുൽകിയോടത്ത് മുസ്ലിമീങ്ങൾ ചരിത്രപരമായി ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ പൈതൃകത്തോട് ഇഴകിച്ചേർന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് പള്ളി എന്ന പ്രയോഗത്തിലൂടെ നാം നിലനിർത്തി പോരുന്നത്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മാനവ സൗഹാർദ്ദത്തിന്റെ ഗേഹമായി അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളെ വിഭാവനം ചെയ്യുന്ന ഒരു ഇടമായി പള്ളികളെ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയമായ ആസ്ഥാനമായി പള്ളികളെ കാണേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പള്ളിയുമായി ആണുങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ എത്രത്തോളം കർശനമാക്കി എന്നത് ചില ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തി തരാം. പള്ളിയിലെ ജമാഅത്തിന് പങ്കെടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് അലസത കാണിച്ച് വീട്ടിലിരിക്കുന്ന ആണുങ്ങൾ, അവരെ ശിക്ഷിക്കാനുള്ള ഒരു പ്രയോഗം ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അവർ കുടിയിരിക്കുന്ന വീടുകളെ ചുട്ടുകരിക്കണമെന്നാണ്. അങ്ങനെ വരാത്തവരെ ഉൾക്കൊള്ളുന്ന വീടുകൾ ചുട്ടുകരിക്കണം. പക്ഷേ ആ ഒരു പ്രഖ്യാപനത്തിന് ഞാൻ മുതിരാതിരുന്നത് ആ വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടല്ലോ എന്ന ഒരു ദാക്ഷണ്യമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബ് തിബ്രീസിയുടെ മിഷ്കാത്തിൽ ഈ ഹദീസ് കാണാം. പള്ളികൾ വിഭാവനം ചെയ്യുന്നത് സംഘബോധമാണ്, സ്നേഹമാണ്, ഐക്യമാണ്. പള്ളികൾ എന്തിനാ? ജമാഅത്തായി നിസ്കരിക്കാൻ, ജമാഅത്തായുള്ള പങ്കെടുക്കലുകൾ, അതിനു വേണ്ടിയിട്ടാ പള്ളി. ആ ഒരു ബോധം, ഒരു സംഘബോധം, ഐക്യം, സ്നേഹം, സൗഹൃദം. ഇസ്ലാമിക ചരിത്രത്തിന്റെ ആസ്ഥാന മന്ദിരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഓരോ ദിവസവും 5 പ്രാവശ്യത്തിലധികം ഈ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കാം. എന്തിനാ പള്ളികൾ ഉണ്ടായത്? നമ്മുടെ മതപ്രബോധനം എവിടെ നടന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഘടകമായി പള്ളി നിർമ്മാണങ്ങളെ കാണാൻ കഴിയും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയാണല്ലോ മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് മദീന പ്രവേശത്തിന്റെ ആദ്യ സന്ദർഭത്തിലെ ഇസ്ലാമിക ആസ്ഥാന മന്ദിരം പരിശുദ്ധമായ മസ്ജിദുൽ ഖുബയാണ്. മസ്ജിദുൽ ഖുബ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രബോധനത്തിന്റെ ആദ്യകാലങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പ്രബോധനങ്ങൾ നടന്നത് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. മസ്ലഹത്തുകൾ നടന്നിട്ടുള്ളത് പള്ളികൾ കേന്ദ്രീകരിച്ച. ഒരു പ്രശ്നം പരിഹരിക്കാൻ പള്ളിയെ ആസ്ഥാനമാക്കിയിരുന്നു. അതുപോലെ തന്നെ മഹാന്മാരായ ഇസ്ലാമിക ഭരണാധികാരികൾ അവരുടെ സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ബൈഅത്ത് ചെയ്യുക, സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന കർമ്മവും പള്ളിയുടെ പവിത്രതയെ മാനിച്ചുകൊണ്ട് പള്ളിക്കകത്തായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിൽ വാദിയും പ്രതിയും വന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്ന സത്യം ചെയ്യിക്കൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്. അത് നടപ്പാക്കപ്പെട്ടതും പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇൽമിന്റെ പ്രചരണം. സ്വഹാബികൾ പോലും പള്ളികൾ ഉള്ളോടത്ത് മദ്രസകൾ പണിയുന്ന അല്ലെങ്കിൽ ദറസുകൾ സ്ഥാപിക്കുന്ന ഒരു പാരമ്പര്യം കാണിച്ചു തന്നതാണ്. മഹാന്മാരായ മദീനയിലെ സുഫത്തിന്റെ അഹ്ലുകാരായ സ്വഹാബികൾ അന്നവിടെ പഠിക്കാൻ വേണ്ടി ഇരുന്ന ഇടത്തെ ഒരു തറ പോലെ കെട്ടി പരിശുദ്ധ മസ്ജിദുൻ നബവിയുടെ ഏറ്റവും പ്രധാന ഭാഗത്തിൽ ഇന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദീനിന്റെ ഉലൂമ് പഠിക്കാൻ, ഇൽമുകൾ പഠിക്കാൻ വേണ്ടി അഹ്ലുസ് സുഫയുടെ സ്വഹാബികൾ കാണിച്ച പോലെ ഇൽമിന്റെ പ്രചരണത്തിനും പള്ളികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് സുന്നത്താക്കിയിരിക്കുന്ന വിവാഹം എന്ന കർമ്മം നടക്കേണ്ടത് പള്ളിയാണെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹ് പള്ളിയിലാവൽ സുന്നത്താണ്.
ഇങ്ങനെ പലതും പല കാര്യങ്ങളും പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്താണ്. പിരിവൊന്നും ഞാൻ പറയുന്നില്ല, പിരിവും നടക്കുന്നത് പള്ളിയാണ്. ഒരു സഹായം ചെയ്തു കൊടുക്കൽ അതും പള്ളിയിലാണ്. ആധുനികമായി അങ്ങനെ എല്ലാ കാര്യം പള്ളി പറഞ്ഞു, പള്ളിയിൽ അങ്ങനെയാ പറഞ്ഞത്, പള്ളിയിൽ ഇങ്ങനെയാ പറഞ്ഞത് എന്ന് പറയുന്നതിന് പോലും വലിയ ആധികാരികത കാണപ്പെടുന്ന ഒരു നാട്ടിലും ഒരു രീതിയിലുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളും പള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളും പള്ളിയും തമ്മിലുള്ള ബന്ധം, നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് കണ്ടാൽ തോന്നും ചിലപ്പോൾ പള്ളി പൊളിക്കാൻ തന്നെയാന്നാ തോന്നാം. കാരണം പള്ളിയോടുള്ള വിരോധം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. ആ പള്ളിയുടെ ഭരണസാന്നിധ്യത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പള്ളിയുമായി ഞാൻ സഹകരിക്കൂല എന്ന് പറയുന്ന മണ്ടന്മാര് നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. എന്തിനാടോ ഈ പള്ളിയുമായി സഹകരിക്കാത്തത്? അവസാനം എങ്ങോട്ടാ കൊണ്ടുപോവാ? പള്ളിയുടെ ചുറ്റുപാടും തന്നെയാ മറമാടല്. തലമുറകൾ പിന്നീട് വരുമ്പോഴും പൂർവികർ ഇവിടെയുണ്ട് എന്ന് പറയാനുള്ള ആ ഇവിടെ എവിടെയാണോ അത് പള്ളിയുടെ ചുറ്റുപാടാ. പള്ളിയുടെ ചുറ്റും പള്ളിയുമായി ബന്ധപ്പെടുത്തുകയാണ്. അതിനാണ് ഈ മറമാടുന്ന സൗകര്യങ്ങളൊക്കെ പള്ളിയോട് ചേർത്ത് കൊണ്ടുവരുന്നത്. ഒരു ജുമുഅത്ത് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ ആ ഖബർസ്ഥാനിന്റെ നടുവിലാണ് പള്ളി വരേണ്ടത് എന്നത് പൂർവികർ വരച്ച് കാണിച്ചൊരു മാതൃകയാണ്. എന്നിട്ട് അതിന്റെ ചുറ്റിലും, ആ പള്ളിയുടെ ചുറ്റിലും നടക്കാനുള്ള ഒരു നടപ്പാത ഉണ്ടാവും. എന്തിനാണിത്? നാലുപാടും ഈ പള്ളിയുടെ ചുറ്റും എപ്പോഴും ആളുകൾ വലയം ചെയ്യുന്ന അവസ്ഥയിൽ മരണപ്പെട്ടവരുടെ ഖബർ സിയാറത്തിന്റെ സൗകര്യവും പള്ളിയുടെ ചുറ്റുപാടും ശ്രദ്ധിക്കുന്ന ഒരു സൗകര്യവും, ഇങ്ങനെ വലിയ തന്ത്രപൂർവമാണ് ഇസ്ലാമിന്റെ ആസ്ഥാന മന്ദിരങ്ങളെ പൂർവികർ സ്ഥാപിക്കുന്നതിന്റെ കൃത്യമായ പ്ലാനുകൾ കാണിച്ചിട്ടുള്ളത്. പള്ളിയിലേക്ക് വരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ ഇന്നത്തെ സമൂഹം. പള്ളിയിൽ വന്നത് ഭിന്നിച്ചു പോവാൻ വേണ്ടിയിട്ടാണ്. കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെട്ടത് പള്ളിയുടെ പേരില, സൗഹൃദങ്ങൾ ഇല്ലാതെ പോയത് പള്ളിയുടെ പേരില, അയൽവക്ക ബന്ധങ്ങൾ ഇല്ലാതെ പോയത് പള്ളിയുടെ പേരില, നല്ല നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടായത് ഏതെങ്കിലും ഒരു പള്ളിയുടെ പേരിൽ തകർക്കപ്പെടുകയാണ്. ഇബ്ലീസിന് ഏറ്റവും എളുപ്പം രണ്ടാളുകളെ തെറ്റിക്കാൻ ഒരു നാട്ടിൽ പള്ളി പണിയിലാണെന്ന് മഹാന്മാരായ ഹുക്കമാ പറയുന്നുണ്ട്. അതായത് ഒരു നാട്ടിൽ സൗഹൃദത്തിൽ പോകുന്ന ഒരു സമൂഹത്തെ തെറ്റിക്കാൻ ഇബ്ലീസ് ഏറ്റവും എളുപ്പത്തിൽ ശ്രമിക്കുന്നത് പള്ളിയുടെ പേരിലായിരിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഇന്നലകളിൽ മുസ്ലിമീങ്ങൾ സമ്മേളിച്ചതും സംഗമിച്ചതും ഒന്നായതും കൈകോർത്തതും പള്ളിയുടെ പേരിലാണെന്നും എപ്പോഴും അങ്ങനെയാണ് വേണ്ടതെന്ന മെസ്സേജ് 5 വഖത്തിലൂടെ നൽകപ്പെട്ടിട്ടും നമ്മൾ ഭിന്നിച്ചത് പള്ളിയുടെ പേരിലാണ്. ആ രീതിയിൽ പിന്നെയുണ്ട് പള്ളിയെ അനാദരിക്കൽ. കയ്യിലെന്തിലും അഴുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പള്ളിയുടെ ഭിത്തിയിൽ തൂത്തുവയ്ക്കാം, ഇവിടെയല്ല. അതുപോലെ തന്നെ ഒതു എടുത്ത് വരുന്നോടത്ത് കാണിക്കുന്നതായ കോപ്രായങ്ങൾ, വൃത്തിയില്ലാത്ത കൈ കൊണ്ടുവന്നിട്ട് ഹൗദിലിട്ട് കഴുകുക, എന്നിട്ടോ മൂക്ക് പിഴിയുന്നതും തുപ്പി അവസാനിപ്പിക്കുന്നതും ഒക്കെ ആളുകൾ നിസ്കരിക്കാൻ കടന്നു വരുന്ന വഴിയിലൂടെ ആവാം. നിസ്കാര ശേഷം ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു സദസ്സിലിരുന്നു കൊണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് മുത്തുനബി ഉറപ്പ് പറഞ്ഞ 2 സമയം, ഒന്ന് അർദ്ധരാത്രിയുടെ യാമങ്ങളും, 2 നിസ്കാരം ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെയുള്ള സമയങ്ങളാണ്. ഈ ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെയുള്ള സമയങ്ങളിൽ ഇജാബത്ത് കിട്ടുമെന്ന് പറഞ്ഞതിനെ പറ്റിയൊന്നും ഒരു ബോധമല്ല. പള്ളിയിലാണ് തോണ്ടല്, പിടിക്കല്, സാറ്റ് കളിക്കലൊക്കെ. അതോ LKGയിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത്, ആ കുട്ടിയുടെ വല്ലുപ്പാടെ വാപ്പാടെ കാര്യമാണ് പറഞ്ഞത്. പള്ളിയിലിരുന്ന ആ തോണ്ടലും പിടിക്കലും, ഇങ്ങനത്തുള്ള അവസ്ഥയും പള്ളിയിലാ കാണുന്നത്. വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാറി നിന്നുകൊണ്ട് ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്യലും അതുപോലെ തന്നെ ലൈറ്റ് അണച്ചുകൊണ്ട് ഒരു കളി കളിക്കുന്നതും പള്ളിയിലാണ്. മുസ്ലിമീങ്ങൾ പള്ളിയെ ഏറ്റെടുക്കുന്നത് ഇതിനു വേണ്ടിയാണോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകാവസാനത്തോട് അടുത്ത കാലം വന്നു കഴിഞ്ഞാൽ പള്ളിക്കകത്ത് കലപില ഉണ്ടാവും, പള്ളിക്കകത്ത് സംസാരങ്ങൾ ഉണ്ടാവും. മസാജിദുഹും ഖറാബും മിനൽ ഹുദാ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ വരൽ വഴി ഒരാൾ നന്നാവൽ ഇല്ലാതാവുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ വരുന്നത് എന്തിനാ? അവൻ നല്ലവൻ, എന്തേ പള്ളി പോകുന്നുണ്ട്? ഇല്ല, അങ്ങനെ പള്ളി പോയിട്ട് നന്നാവലില്ല. ഉണ്ടെങ്കിൽ സഹോദര, മനഃപൂർവ്വം ഇവിടെ നിന്നും കൊണ്ടുപോകപ്പെടുന്ന, മാറിപ്പോയി എന്ന അബദ്ധത്തിൽ പറയപ്പെടുന്ന ചെരുപ്പ് മോഷണം, വാച്ച് മോഷണം, പള്ളിക്കകത്തേക്ക് കക്കാൻ വരാം. സൗകര്യം കിട്ടിയാൽ പള്ളിയിലെ ഏത് മോശന തരംഗങ്ങളിലും നമുക്ക് ഏർപ്പെടാൻ കഴിയും വിധം സമൂഹത്തിലെ ഒരു പറ്റം ആളുകൾ അതപ്പതിച്ചിട്ടുണ്ട് എന്നതും പള്ളിയോടൊപ്പം പറയേണ്ട കാര്യമാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരാള് മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, സുബഹിക്കും മഗ്രിബിനും അല്ലെങ്കിൽ പകലിന്റെ ഏതെങ്കിലും സമയങ്ങളിൽ, രാത്രികളിൽ പള്ളി പോയില്ലല്ലോ പടച്ചോനെ എന്നോർത്ത് പള്ളിയെ മാനിച്ച് പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഒരാള്
ഉത്കടമായ ആഗ്രഹത്തോടുകൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവന് വേണ്ടി സ്വർഗത്തിൽ അല്ലാഹു വിരുന്ന് തയ്യാറാക്കി. കുല്ലമാ ഗദാ ഔ റാഹ, ഇന്ന് വന്നാലും നാളെ വന്നാലും മറ്റന്നാൾ വന്നാലും എപ്പോഴൊക്കെ പള്ളിയിലേക്ക് ആഗ്രഹത്തോടുകൂടെ ഇറങ്ങുന്നു അന്നേരം അവന് വേണ്ടി സ്വർഗത്തിൽ റബ്ബ് സന്തോഷത്തിന്റെ വിരുന്ന് ഒരുക്കി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ ഈമാനുള്ളവനാണോ തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഈമാനുണ്ട്, തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ്? ഇദാ റഅയ്തുമുർ റജുല യതആഖദുൽ മസ്ജിദ, ഒരു മനുഷ്യൻ പള്ളിയെ പരിഗണിക്കുന്നു, പള്ളിക്കകത്ത് വെച്ച് പറയേണ്ടത് പറയാം, പള്ളിക്ക് പുറത്താണ് പറയേണ്ടതെങ്കിൽ പറയാം, അല്ലെങ്കിൽ പള്ളിക്കകത്ത് തന്നെ വഖഫ് ചെയ്യാത്ത ഭാഗത്തെ പരിഗണിച്ചുകൊണ്ട് അങ്ങോട്ട് പറയാം. പള്ളിയെ പരിഗണിക്കുന്ന ഒരാളെ കാണാൻ കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ ആ മനുഷ്യന് ഈമാനുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തന്നെ സൂറത്ത് തൗബയുടെ ആയത്തും ഓതി കേൾപ്പിച്ചു. ഇന്നമാ യഉമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈമാൻ മനസ്സിൽ തട്ടിയവനാണ് പള്ളിയോട് സ്നേഹമുള്ളവനെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നമ്മുടെ ആത്മീയ ഗേഹങ്ങളെ കുറിച്ച് ഇത്രയും അധികം പറയാൻ മുത്തുനബി മുന്നോട്ട് വന്നെങ്കിൽ നാം എത്ര പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഒരു മുർസലായ ഹദീസിൽ കാണാം, ഇമാം ബൈഹഖി ഇവിടുത്തെ ശുഐബിൽ ഉദ്ധരിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, യഅതി അലന്നാസി സമാൻ യകൂനു ഹദീസുഹും ഫീ മസാജിദിഹിം ഫീ അംരി ദുനിയാഹും. ദുനിയാവിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പള്ളിയെ ഇടമായി കാണുന്ന, പള്ളിയിൽ ദുനിയവിയായി സംസാരങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം ഖിയാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാലമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ആളുകളോട് ഫലാ തുജാലിസുഹും, കല്യാണ വീട്ടിൽ പോലും പോയാൽ അവന്റെ അടുത്തിരിക്കല്ലേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ ദുനിയാവിന്റെ കാര്യം പറയുന്നവനെ കല്യാണ വീട്ടിൽ കണ്ടാൽ പോലും അടുത്തിരിക്കരുത്, അവനോട് ഇരുത്തത്തിന്റെ ഇടപഴക്കം കുറയ്ക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അങ്ങനെ പള്ളിയിൽ ദുനിയവിയായ കാര്യങ്ങളെ കൊണ്ടുവരുന്ന ആളെ അല്ലാഹു പരിഗണിച്ചിട്ടേയില്ല. അല്ലാഹുവിന് അവന്റെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ പള്ളിയിൽ രണ്ട് അപരിചിതർ വന്നിരുന്നൊരിക്കൽ. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. മഹാനായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അന്നേരം പള്ളിയിലുണ്ട്. ആ സമയത്ത് കുന്തു ഖായിമൻ ഫിൽ മസ്ജിദ് ഫഹസ്സബനി റജുലുൻ. ഞാൻ പള്ളിയിലുണ്ട്, പരിശുദ്ധ മദീനത്തെ പള്ളിയില് ഞാൻ അവിടെ നിൽക്കാം. അപ്പോഴുണ്ട് ഹസ്സബനി റജുലുൻ, ഒരു ചെറിയ കല്ല് വെച്ചിട്ട് എന്നെ ഇങ്ങനെ എറിഞ്ഞു. അപ്പൊ അതിനർത്ഥം പള്ളിയുടെ അകത്ത് വലിയ ഗ്രാനൈറ്റ് സൗകര്യങ്ങളോ ഒന്നും അന്നില്ല. നിലത്തൊന്ന് തപ്പിയാൽ ചെറിയ ചെറിയ ചരൽക്കല്ല് കിട്ടും വിധം ആ പള്ളിയുടെ അകത്തളം അത്രത്തോളം ആർഭാടരഹിതമായിരുന്നു. പള്ളിക്കകത്ത് ഞാൻ നിൽക്കുക. ആ സമയം എന്റെ പിന്നീന്ന് പള്ളിയുടെ അകത്തുള്ള ഒരാൾ തന്നെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് എന്നെ ഒന്ന് എറിഞ്ഞു വിളിച്ചു. കാരണം ശബ്ദത്തിൽ വിളിക്കാൻ പോലും ആ മനുഷ്യൻ തയ്യാറായില്ല. പള്ളിയിൽ ശബ്ദം ഉയരാൻ പാടില്ല. ആ മനുഷ്യൻ എന്നെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ഹസ്സബനി എന്ന് പറഞ്ഞാൽ റമാനി ബിൽ ഹസ്ബായി, ചെറിയ കല്ല് വെച്ചിട്ട് എറിഞ്ഞു വിളിക്കുന്നതിനാ ഹസ്സബനി പറയാം. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, മുട്ടി വിളിക്കുക, എറിഞ്ഞു വിളിക്കുക. വിളിച്ചിട്ട് എന്നെ കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് വിളിച്ചു. അടുത്തേക്ക് വന്നേ. ഞാൻ ചെന്നു, ഞാൻ ആ മനുഷ്യനെ കണ്ടു. ഫൈദൻ ഹുവ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നെ എറിഞ്ഞു വിളിച്ച ആള് മഹാനായ ഉമറാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇദ്ഹബ്, നീ ചെന്ന് ഫഅതിനി ബിഹദൈൻ, അവിടെ ഇരിക്കുന്ന രണ്ടാളെ അങ്ങ് വിളിച്ചു കൊണ്ടുവാ. ഫജിതുഹു ബിഹിമാ, ഞാൻ ചെന്നു ആ രണ്ടാളെ അങ്ങ് വിളിച്ചു, കൈയൊട്ടി വിളിച്ചു, ആംഗ്യം കാണിച്ചു വിളിച്ചു. അവരിങ്ങനെ എണീറ്റ് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മാറ്റി നിർത്തി. എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് അവരോട് ചോദിച്ചു, മൻ അൻതുമാം, ആരാ നിങ്ങൾ? അല്ലെങ്കിൽ എങ്ങനെയാ ചോദിച്ച, ആ മിൻ ഐന അൻതുമാ, അല്ല എവിടെന്നാ നിങ്ങൾ വരുന്നത്? എന്തായാലൊരു ചോദ്യം ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഞങ്ങൾ തായിഫുകാരാണ്, ഞങ്ങൾ തായിഫിൽ നിന്ന് മദീനയിൽ വന്നവരാ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മുഖം മാറി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കുന്തുമാ മിൻ അഹ്ലിൽ ബലദ്, ഈ നാട്ടുകാരായിരുന്നു നിങ്ങളെങ്കിൽ ഔജഅതുകുമാ, നല്ല പെട്ട ഞാൻ തരുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നമ്മുടെ കൂടെ ഒരു വഖത്ത് നിസ്കരിക്കാൻ വന്നവരെ നമ്മളൊക്കെ ഡീസന്റ് ആയനെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നല്ല പെട്ട തരുമായിരുന്നു. എന്തുകൊണ്ട്? തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ എന്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞത്, പള്ളിയിൽ പറഞ്ഞത് ഉറക്കെ പറഞ്ഞു. അതിന്റെ പേരിൽ പള്ളിയിൽ പറഞ്ഞത് ഉറക്കെ പറഞ്ഞു, അതിന്റെ പേരിൽ നിങ്ങളെ ഞാൻ പ്രഹരിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
അങ്ങനെ ആ പള്ളിയെ മഹാന്മാർ കണ്ടതും കാണാൻ പഠിപ്പിച്ചു. എന്നാൽ പള്ളി എന്ന ആവേശമാണ്, പള്ളി എന്ന് പ്രേരണയാണ്, പ്രചോദനമാണ്. നമുക്കെങ്ങനെയാ പള്ളിയോടുള്ള സമീപനം? കുടുംബത്തിന്റെ സൽപ്പേര് നിലനിർത്താൻ ഒരാള് പള്ളിയിലെ കമ്മിറ്റിയിൽ ഉണ്ടാവണം, അതായിരിക്കാം. മക്കളുടെ വിവാഹം നടക്കണമെങ്കിൽ അതിന് കുടുംബത്തിൽ ഒരാൾ പള്ളി കമ്മിറ്റിയിൽ ഉണ്ടാവുക എന്നതായിരിക്കാം. പക്ഷെ പള്ളിയുമായി ബന്ധപ്പെട്ട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് 4 നിബന്ധനകളാണ്. അതുണ്ടെങ്കിലേ പള്ളിയുടെ കാര്യത്തിലേക്ക് പരിപാലിക്കുക എന്നതിലേക്ക് കടന്നു വരാൻ പറ്റും. പള്ളി പരിപാലിക്കണമെങ്കിൽ ഖുർആൻ പറഞ്ഞത് 4 നിബന്ധനകളാണ്. ആ 4 നിബന്ധന ജീവിതത്തിൽ ഇല്ലാത്തവൻ ഈ പണിക്ക് നിൽക്കരുത്. ഫേമസ് ആവണമെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടാ മതി, ഫേമസ് ആവാം. പള്ളിയുടെ പരിപാലനത്തിന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ഇന്നുമുണ്ട് എന്നുമുണ്ട്. എന്നിട്ട് രസം, ഈ ആയത്ത് അവസാനിക്കുന്ന ഒരു രീതിയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ ഹിദായത്ത് പള്ളിയിൽ നിന്ന് കിട്ടാത്ത കാലം അതിനൊക്കെ കണക്ക് കൂട്ടി തന്നെയാണ് ഖുർആന്റെ ആയത്ത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു 4 നിബന്ധനകൾ. ഖുർആനിന്റെ ആയത്തുകളിൽ പറഞ്ഞ 4 നിബന്ധനകൾ ഒത്തിണങ്ങിയവന് പള്ളി പരിപാലനത്തിന് യോഗ്യതയുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. ഖുർആൻ പറയുന്നു, ആരാണ് പള്ളി പരിപാലിക്കേണ്ടവർ? പള്ളി ഭരിക്കേണ്ടവരല്ല കേട്ടോ, ഭരണസമിതിയല്ല, പരിപാലനം. ഖാദിം എന്നാ പറയേണ്ടത്. ഞാൻ പള്ളിയുടെ ഖാദിമാണ് അങ്ങനെ പറയേണ്ടത്, അല്ലാതെ ഞാൻ പള്ളിയുടെ സെക്രട്ടറി എന്നല്ല പറയേണ്ടത്, ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് എന്നല്ല പറയുന്നത്. അതിലേക്ക് ഒരു വലിയ ആധിപത്യത്തിന്റെ സ്വരമുണ്ട്. പറയേണ്ടത് ഞാൻ പള്ളിയുടെ ഖാദിം. എന്തിന്? സൗദി സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവർ, ആ രാജാവ് പോലും പറയുന്നത് ഞാൻ സൗദിയുടെ രാജാവ് എന്നല്ല, ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ എന്നാ പറയാ. വിവരമുണ്ട്, വിവരമുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ, 2 ഹറമിന്റെയും ഖാദിം, അങ്ങനെ അവരുടെ ബിരുദം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒന്നാമത്തെ നിബന്ധനയാണ് ഈമാൻ. എങ്ങനെ? നിലവിൽ ഈമാന്റെ നിബന്ധനകൾ പൂർത്തീകരിച്ചു പോകുന്നതോടൊപ്പം വിചാരണ നാളിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവണേ. ഞാൻ ഈ ചെയ്യുന്നതിന് കൃത്യമായി വിസ്തരിക്കപ്പെടുമേ. ഞാൻ ഈ ചെയ്യുന്നത് ശർഇന് വിരുദ്ധമായ കാര്യമാ. ഒരേ സമയം നാട്ടിലെ പ്രശസ്തമായ ബാങ്കിന്റെ പ്രസിഡന്റും അതേസമയം പള്ളിയിലെ പ്രസിഡന്റും പറ്റൂല, പറ്റൂല, ശർഇന് വിരുദ്ധമാ. ശർഇ വിരുദ്ധമാക്കിയ രീതിയിൽ മക്കളുടെ വിവാഹം നടത്തിയവൻ പള്ളിയുടെ തലപ്പത്ത് വന്നാൽ പറ്റൂല. ഖുർആൻ പറഞ്ഞു പോയിക്കോളൂ. ശർഇ വിരുദ്ധമാക്കിയത് നിസ്കാരത്തിന്റെ സിഹത്തിനെ തടയുന്ന കാരണങ്ങളാണെങ്കിൽ ഒന്നുകൂടി പറയാം, ഞാൻ കണ്ണടച്ചു പിടിച്ചു പറയുന്നു, ഞാൻ എന്റെ മനസ്സിൽ തട്ടി പറയുന്നു, വിരോധങ്ങളും എതിർപ്പുകളും പ്രശ്നമല്ല. അത്താഴത്തിനുള്ള അരി വീട്ടിലുണ്ടെങ്കിൽ പറയേണ്ടി വരും. തലമുടി കറുപ്പിച്ച് നടക്കുന്നവർക്ക് പള്ളിയിലേക്ക് യോഗ്യതയില്ല. അവരുടെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവം മാറ്റുമെന്ന് പ്രതിജ്ഞ എടുക്കാതെ ഇതിലേക്ക് വരേണ്ട കാര്യവുമില്ല. കാരണം അത് ശർഇ വിരോധിച്ചതാ. മുടി കറുപ്പിക്കുന്നവൻ സ്വർഗത്തിൽ പോവില്ല എന്നല്ല പറഞ്ഞത്, മുടി കറുപ്പിക്കുന്നവന് സ്വർഗത്തിന്റെ വാസന കിട്ടൂല. സയ്യിദുനാ റസൂലുള്ളാഹി, ഇത് ശർഇന്റെ നിയമത്തിന് വിരുദ്ധമാ. എന്റെ പ്രിയമുള്ളവരെ, ഗാനമേളക്ക് ആളെ കൂട്ടാൻ വേണ്ടി അവിടെയുള്ളതായ ക്ലബ്ബുകളുടെ കമ്മിറ്റി മെമ്പർ സ്ഥാനം നിനക്കുണ്ട് എങ്കിൽ, അതിലേക്ക് കൊടുക്കുന്ന നാണയത്തുട്ടുകൾക്ക് നിനക്ക് വലിയ കാര്യമുണ്ട് എങ്കിൽ, അതിന്റെ സഹകരണത്തിൽ നീയുണ്ട് എങ്കിൽ, നിനക്ക് വേണ്ടി ഇവിടെ പള്ളിയില്ല, തുറന്നിട്ടിരിക്കാ, ഇറങ്ങിപ്പോവാം നിനക്കെന്ന് പരിശുദ്ധ ഖുർആൻ. സഹൽ ഫൈസിയുടെ വക പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കിക്കോളൂ. സൂറത്ത് തൗബ. ശർഇന് വിരുദ്ധമായ ഈമാൻ ഖണ്ഡിച്ചു കളയുന്ന കാര്യകാരണങ്ങളുള്ളവന് പള്ളിയുമായി ഭരണസമിതിയിലേക്ക് വരേണ്ടതില്ല. പരിപാലനത്തിലെ അംഗത്വം അവൻ എടുക്കേണ്ടതില്ല. അവൻ നന്നാവ്, എന്നിട്ട് വാ. അങ്ങനെ ഉണ്ടല്ലോ, ഇച്ചിരി കൂടി മൂക്കാനുണ്ട് എന്ന് പറയുന്നത്. ഇച്ചിരി കൂടി മൂക്കാനുണ്ട്, ഒന്ന് മൂത്തിട്ട് വരണമെന്നാ പറയാ. എന്റെ പ്രിയമുള്ളവരെ, ആരോടും ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല, ഇനി ഉദ്ദേശിച്ചാലും പ്രശ്നമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നിബന്ധന ഇതാണ്. രണ്ടാമത് പറഞ്ഞു,
സക്കാത്തിന്റെ കാര്യം കൃത്യമായി നിർവഹിക്കണേ. സക്കാത്തിൽ കള്ളത്തരം കാണിക്കാൻ പാടില്ല. സക്കാത്തിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കണേ. സക്കാത്തിന്റെ വിതരണത്തെ കുറിച്ചുള്ള ശറഅ് പഠിപ്പിച്ച നിയമങ്ങൾ പഠിക്കണേ. തോന്നിയ മാതിരി സക്കാത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്നവന് പള്ളിയുമായി ബന്ധപ്പെടാനുള്ള അർഹതയില്ല. പിന്നെ പറഞ്ഞു, മൂന്നാമത് പറഞ്ഞു, നിസ്കാരത്തെ എപ്പോഴെങ്കിലും നിസ്കരിക്കലല്ല. നിസ്കാരത്തെ സുബഹി നിസ്കരിക്കാത്തവരെ പള്ളി കമ്മിറ്റിയിലേക്ക് വരല്ലേ, പള്ളി കമ്മിറ്റിയിലേക്ക് നിങ്ങൾ വരല്ലേ. സുബഹി നിസ്കാരമില്ലാത്തവന് പറ്റിയ പണി ഇതല്ല. എവിടെയെങ്കിലും നിനക്ക് അങ്ങനെ ഒരു അംഗത്വം വേണമെങ്കിൽ വല്ല ക്ലബിലും പോയിക്കോ. അള്ളാന്റെ പള്ളി പരിശുദ്ധമാ. ഇങ്ങനെ വിശുദ്ധിയില്ലാത്തവൻ ഇതിന്റെ തലപ്പത്ത് വരുന്നോടത്ത് ആ പള്ളിയിലെ നിസ്കാരം കൊണ്ട് ഹിദായത്തില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മസാജിദുഹും ഖറാബും മിനൽ ഹുദാ ഖാല റസൂലുള്ളാഹി. നിസ്കാരമില്ലാത്തവൻ പള്ളിയിലേക്ക് വരാ, അതും സാരഥിയായിട്ട്. എന്നിട്ടോ 5 വഖത്ത് നിസ്കരിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന പാവപ്പെട്ട ഉസ്താദുമാർക്കെതിരെ അവൻ ശകാരത്തിന്റെ ഭാഷയുമായി വരാ. പള്ളി അവന് പറ്റിയതല്ല. അള്ളാഹുവിന്റെ ഖുർആൻ. വീട്ടിൽ പൊക്കൊള്ളണം. പള്ളിക്കൊരു പാരമ്പര്യമുണ്ട്, പള്ളിക്കൊരു പാരമ്പര്യം. ആ പാരമ്പര്യത്തെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. അല്ലാത്തവൻ ഈ പണിക്ക് വരണ്ട. നേരത്തെ പറഞ്ഞത് ഒന്നോടും പറയുന്നു, ദീനിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി മൂത്തിട്ട് വരണം. മൂപ്പാവാത്തത് ഇങ്ങോട്ട് വരണ്ട. ഇതൊരു മഹാൻ നിർമ്മിച്ച ദീനിന്റെ സ്ഥാപനമാണ്. ഇവിടത്തെ കാര്യം പറഞ്ഞാൽ ജീവിതത്തിൽ കറാഹത്ത് ചെയ്യാത്ത സൂക്ഷ്മതശാലിയായ ഒരു മഹാൻ നിർമ്മിച്ച സ്ഥാപനമാണ്. ഖിയാമത്ത് നാൾ വരെ ഇത് ദീനിന്റെ ദഅവത്തിനുള്ളതാ, ഇത് ഹിദായത്തിനുള്ളതാ. ആ മഹാൻ സ്ഥാപിച്ചതിന്റെ ചാരത്ത് തന്നെ കിടക്കാൻ കഴിഞ്ഞത് ആ തൗഫീഖ് ഉള്ളത് കൊണ്ടാണ്. ആ മഹാൻ സ്ഥാപിച്ച കൊത്തുപണികളാൽ അനുഗ്രഹീതമായ മിമ്പറിന്റെ പടവുകൾ എല്ലാ വെള്ളിയാഴ്ചയിലും ദജ്ജാലിനെ അമർച്ച ചെയ്യാനുള്ള ഖുതുബയുടെ ഏറ്റവും മനോഹരമായ ആപ്തവാക്യങ്ങൾ ഉരവിടാനുള്ളത് നാം ദൃക്സാക്ഷിയായതും ആ മഹാന്റെ ദീനിന്റെ ദഅവത്തിന്റെ ഏറ്റവും വലിയ തൗഫീഖാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, ഒരുപാട് സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പിന്നെ പറഞ്ഞു, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനെ അല്ലാതെ മറ്റൊന്നിനെയും പേടിക്കല്ലേ. അത് കുടുംബത്തെ പേടിക്കല്ലേ, സ്വാധീനങ്ങളെ പേടിക്കല്ലേ, രാഷ്ട്രീയ ലാഭങ്ങളെ പേടിക്കല്ലേ. പള്ളിയുടെ കാര്യത്തിൽ അള്ളാന്റെ വജ്ഹ് മാത്രമേ നിനക്ക് പേടിയുള്ളൂ. പടച്ചോന് പൊരുത്തമുണ്ടോ? അള്ളാനെ പേടിച്ചു എന്നൊരു ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും പള്ളിയുടെ കാര്യത്തിൽ മനസ്സിനെ അലട്ടുന്നില്ല എന്ന ഒരു പ്രകൃതവും തന്റെ ഇടവും ചങ്കൂറ്റുണ്ടെങ്കിൽ മാത്രം പള്ളി പരിപാലനം എന്ന് ഖുർആൻ ഈ 4 നിബന്ധനയോടുകൂടെ പള്ളി പരിപാലനത്തിന് ഇറങ്ങിയവൻ നന്നായി എന്നല്ല പറഞ്ഞത്, അവനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹസികമായ നേതൃത്വത്തിൽ നിൽക്കുമ്പോ ഖുർആൻ പറയുന്നു, അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ അവൻ നന്നായേക്കാം, ചിലപ്പോൾ അവൻ നന്നായേക്കാം. നന്നാവണമെന്ന നെയ്യത്തിൽ അങ്ങോട്ട് കയറിക്കോ. അള്ളാഹു നന്നാക്കട്ടെ. നന്നാവണം എന്നുള്ള നെയ്യത്ത് വെച്ചാ ഇനി കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് മുസ്തഖ്ബിലായ ഫിഅലാണ്, വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള ഒരു പ്രതിജ്ഞാബോധമാണ്. അപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു, പടച്ചോന് ഇനി ഞാനത് ചെയ്യൂല. കാരണം ഞാനൊരു പള്ളിയുടെ നേതൃത്വത്തിലേക്ക് തീരുമാനിച്ച ആളാ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു, അതിൽ വിചാരണ പോട്ടെ. ഇനിയുള്ളതിലേക്കുള്ള തീരുമാനങ്ങൾ വരട്ടെ. ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് എന്റെ നിസ്കാരം പോവൂല. എന്തുകൊണ്ട്? എന്നെ ഈ നാട്ടുകാര് ഈ നിബന്ധന ഉള്ളവനാണെന്ന് കരുതി തെരഞ്ഞെടുത്തവന. ആ നിബന്ധന എന്നിലില്ലെങ്കിൽ ഞാൻ റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടേണ്ടവനാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആയത്തിന്റെ അടുത്ത ആയത്ത്, ജഅൽതും സിഖായത്തുൽ ഹജ്ജ് വഇമാറത്തുൽ മസ്ജിദുൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ് ലാ യസ്തബൂന ഇൻദല്ലാഹ്. പറയപ്പെട്ട നിബന്ധന ഉള്ളവനും ഇല്ലാത്തവനും പള്ളി പരിപാലനം നടത്തിയതിന്റെ പേരിൽ അള്ളാന്റെ അടുക്കൽ ഒരുപോലെയല്ലെന്ന് ഖുർആൻ. എന്റെ വക ഒന്നും പറഞ്ഞതല്ല. സൂറത്ത് തൗബയുടെ 18-19 ആയത്ത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇത് പുണ്യമാണ്, ഇത് ഗൗരവമാണ്. പള്ളിയെ സ്നേഹിച്ചുകൊണ്ട് പള്ളിയെ നെഞ്ചോട് ചേർത്ത മനുഷ്യന് അള്ളാന്റെ അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിയുടെ മുറ്റത്ത് വീഴുന്ന കരിയില പറക്കാൻ വന്നവനാ ഞാൻ. ശീതീകരിച്ച അകത്തളത്തിലെ കറങ്ങുന്ന കസേര കണ്ട് വന്നവനല്ല ഞാൻ. പള്ളിയിൽ അടർന്നു വീഴുന്ന
ചെറിയ ചെറിയ ജീവികളുടെ കാഷ്ടം കോരേണ്ടി വന്നാൽ, മൂത്രപ്പര കൈയിട്ട് കഴുകേണ്ടി വന്നാൽ അതിനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്നവനാ പള്ളിയുടെ സാരഥി. അല്ലാതെ കറങ്ങുന്ന കസേരക്ക് വേണ്ടി വന്നവനല്ല. ഈസ നബി ചെയ്ത പണിയായി പണി. ഏത് പണി? പള്ളി അടിച്ചു വാരല്. ഇമാം കസായി ചെയ്ത പണിയാ പള്ളിയുടെ പണി, പള്ളി അടിച്ചു വാരല്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, മഹാനായ സക്കരിയ നബിയുടെ പള്ളി പരിപാലനം. പള്ളിയിൽ കഴുകേണ്ടത് കഴുകാൻ, പള്ളി വൃത്തിയാക്കേണ്ടടുത്ത് വൃത്തിയാക്കാൻ, അതിനൊക്കെയാ പള്ളിയിൽ ആള് വേണ്ടത്, അവിടെ സ്ഥാനങ്ങളല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഭവനങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സ് അള്ളാഹു തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ദുആ വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, അഴീക്കോട് അസ്മാബി കോളേജിന്റെ മുന്നിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ സാരമായ പരിക്കേറ്റ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, അദ്ദേഹത്തിന് വേണ്ടി നടത്തപ്പെടുന്നതായ പ്രാർത്ഥനകളിൽ ഖബൂലിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരന്റെ എല്ലാ കാര്യങ്ങളിലും റബ്ബേ നിന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ വേണമല്ലാ. അല്ലാഹുവേ, സുഖമില്ലാത്ത കുഞ്ഞ്, 4 വയസ്സുള്ള മോള്, 20 ലക്ഷം രൂപയുടെ ചികിത്സാ ചെലവ് ഇതുവരെ നിലവിൽ കഴിഞ്ഞു. ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. പടച്ചോനെ, ഒരു പനിയാണ് രോഗം. അല്ലാഹുവേ, വെന്റിലേറ്ററില, ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ അല്ലാ. ആസ്റ്റർ മെഡിസിറ്റിയിൽ തന്നെ പനിയാണ് രോഗം. 17 വയസ്സുള്ള ഒരു മോള്, അല്ലാഹുവേ, ഇന്ന് വരെ വെന്റിലേറ്ററിലായിരുന്നു. രാവിലെ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. കാലിൽ ക്യാൻസർ കാണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി മകള് ദുആരക്കാൻ ഏൽപ്പിച്ചു. RCCയിലെ ചികിത്സ. ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. റബ്ബേ, മറ്റന്നാൾ RCCയിൽ ഓപ്പറേഷന് വിധേയനാകുന്ന 34 വയസ്സുള്ള മകന് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരൻ ഏൽപ്പിച്ചു. ക്യാൻസറാണ്. ശിഫാ നൽകണേ അല്ലാ. ഓപ്പറേഷൻ വിജയിപ്പിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. 11 മാസമായി ഗൾഫിൽ മകന് ശമ്പളമില്ല, ജോലി മറ്റൊന്ന് ശ്രമിക്കുന്നുണ്ട്. വാഗ്ദാനം ചെയ്യപ്പെട്ടത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവേ, അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിലെ മരുമകളും ജോലി തേടുന്നു. അല്ലാഹുവേ, ഖൈറായ ജോലിയുടെ വഴികൾ അടുപ്പിക്കണേ അല്ലാ. അവരുടെ ആവശ്യങ്ങളിൽ റബ്ബേ നീ ഇടപെടണേ അല്ലാ. അല്ലാഹുവേ, നീ ബറക്കത്താക്കണേ അല്ലാ. അല്ലാഹുവേ, പല കുഞ്ഞുങ്ങൾക്കും പനിയും ന്യൂമോണിയും മറ്റുമൊക്കെയാണ്. പലരും ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടും ശാരീരിക അസ്വസ്ഥതകളുണ്ട്. റബ്ബേ, ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, പാവപ്പെട്ട ഫലസ്തീനികളെ നീ സഹായിക്ക് തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ഇസ്രായേലി ജൂതപ്പരിശകളുടെ നരമേധം, അവർക്ക് ഒത്താശ ചെയ്യുന്നവർക്ക് അവരുടെ നായാട്ടുകൾ റബ്ബേ, പാവപ്പെട്ട കുഞ്ഞുമക്കൾ, പിഞ്ചുമക്കൾ പിടഞ്ഞു വീണ് മരിക്കുന്ന ദാരുണമായ കാഴ്ചകൾ റബ്ബേ, പത്രങ്ങൾ ആഘോഷിക്കാം, മീഡിയകൾക്ക് വാർത്തകൾക്ക് പഞ്ഞമില്ല. ഫലസ്തീനിന്റെ ദാരുണമായ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് കാഴ്ചക്കാരെ സമ്പാദിക്കുന്ന ബിസിനസ്സുകൾ പോലും ഇതിന്റെ ഇടയിൽ നടക്കാം. ആ ചിത്രമൊന്നും കാണാനുള്ള കരുത്ത് ഞങ്ങളുടെ മനസ്സിനില്ല അല്ലാ. 4 വയസ്സുള്ള മോള് കളിപ്പാവയെ നെഞ്ചോട് ചേർത്തുകൊണ്ടും റബ്ബേ, 2 വയസ്സും 3 വയസ്സുമുള്ള മക്കളുടെ പിടഞ്ഞു വീഴുന്ന ശരീരങ്ങളെ കാണുന്ന കാഴ്ചകളും, അല്ലാഹുവേ, 5 വയസ്സായ പൊന്നുമോൻ നാളെ മരിച്ചാൽ കളിപ്പാട്ടങ്ങളും കുഞ്ഞുടുപ്പുകളും ഇന്നയാൾക്ക് എന്ന് പറഞ്ഞ് വസിയത്ത് ആയി പറഞ്ഞു വെച്ചതും ഒക്കെ ഞങ്ങളുടെ കരളിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു തമ്പുരാനെ.
ഞങ്ങൾക്ക് ആ ചിത്രങ്ങൾ കാണണ്ട റബ്ബേ. അത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ കൽബിന് താങ്ങാൻ കഴിയുന്ന അവസ്ഥയല്ല. എന്നാലും റബ്ബേ, അവിടെയുള്ള യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ ചിത്രങ്ങളില്ലാതെ അറിയുന്നവൻ നീയല്ലേ അല്ലാ. കറുത്തിരുണ്ട പുകക്കിടയിലും റബ്ബേ കരിവാളിച്ച ശരീരങ്ങളെന്ന മയ്യത്തുകളെ പുക തുടച്ചു മാറ്റിയിട്ട് മുഖത്തിന്റെ രൂപം കണ്ടും വികൃതഭാവങ്ങളിൽ നിന്നും രക്തക്കറകളെ തുടച്ചു മാറ്റിയും ഇത് എന്റെ കുടുംബക്കാരൻ്റെ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്ന മഹാന്മാരായ ഫലസ്തീനികൾ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചോനെ, ഹസ്ബുനല്ലാഹ് അവർ ചൊല്ലുന്ന ദിക്റുകളാ. അവർക്കൊരു ശാശ്വതമായ മോചനം നീ സമീപ ഭാവിയിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഫലസ്തീനികൾക്കൊരു ശാശ്വത മോചനം നൽകണേ അല്ലാ. ഇസ്രായേലിയർക്ക് പേടിക്കാനുള്ളത് ആരെയാണോ ആ പേടിക്കേണ്ടവൻ ആരോ അവര് രംഗത്ത് വന്നുകൊണ്ട് പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചോടിക്കാൻ ചങ്കുറപ്പുള്ള ആൺകുട്ടികൾ, രാജ്യ നേതാക്കൾ മുന്നിൽ വരട്ടെ അല്ലാ. അവർക്ക് നീ ശക്തി കൊടുക്കണം അല്ലാഹുവേ. ലോകത്ത് ഒരിടത്തും റബ്ബേ ഇതുപോലത്തെ നരമേധങ്ങൾ വരല്ല അല്ലാ. ഖിയാമത്ത് നാൾ വരെ മതസ്വാതന്ത്ര്യം ഞങ്ങളുടെ രാജ്യത്ത് നീ നിലനിർത്തണേ അല്ലാ. മഹാന്മാരായ ഫലസ്തീനി ശുഹദാക്കൾക്ക് സ്വർഗം കൊടുക്ക് അല്ലാ. ഫലസ്തീനി ശുഹദാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا ربنا ارحمهم كما ربونا صغارا. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.